എന്നെ വിളിച്ച് ഒരു 10 റൗണ്ട് ചുറ്റിയ അവിടെ പഠിക്കുന്ന പിള്ളേര് ഇതിന് അല്പം ഇൻട്രസ്റ്റ് കാണിക്കുമല്ലോ. ഓ അങ്ങനെ പറയും. അപ്പൊ നിങ്ങൾ അടുത്ത ലാസ്റ്റ് എന്താണ് ഉദ്ദേശം? നിങ്ങൾ ഉദ്ദേശം അത് മാത്രം പറയും. അല്ല, ഇനി പോയില്ലെങ്കിലും കംപ്ലൈന്റ് ഇല്ല, നടന്നില്ലെങ്കിലും കംപ്ലൈന്റ് ഇല്ല. ഉലകം അറിയപ്പെട്ട് റെക്കോർഡായി. റെക്കോർഡ് റെക്കോർഡായി കിട്ടിയിട്ടുണ്ടല്ലേ? പിന്നെ വന്നിട്ട് ആരെങ്കിലും 4 പേര് സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡ് നടൻ കൂടെ ഉണ്ടെന്ന് മരിക്കുന്നതിന് മുമ്പ് അതൊരു ആഗ്രഹം നിങ്ങളല്ലേ? ആരെങ്കിലും സ്റ്റെപ്പ് എടുക്കണം എന്തോ എനിക്ക് തോന്നുന്നില്ല. ഒരു മിനിറ്റ്, അതല്ല വീഡിയോ കാണുന്ന ആളിപ്പം വീഡിയോ കാണുന്നില്ല, അതല്ല ഞാൻ പറയുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളെ സഹായിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. അറിയിച്ചിട്ട് നമ്മൾ നിങ്ങളെ ന്യൂസ് തരും. ഇതുപോലെ എടുത്തിട്ടുണ്ടല്ലേ? എടുക്കും, പറയാൻ പറ്റുന്ന ദൈവത്തിൻ്റെതല്ല, കൈയെല്ലാം മനസ്സിലായല്ലോ. ഇന്ത്യയില് ഫേമസ് ആയ ആളാണ് നിങ്ങൾ. പത്രങ്ങള് പേരെന്താണ്? സ്വന്തം പേര് ശ്രീ രാജേന്ദ്രൻ. എന്റെ പേരിൽ റിപ്പോർട്ട് വരാതെ നടരാജ, വാക്കിമേ, പിന്നെ തമിഴ്നാട്ടിൽ വന്ന തലവര്, പിന്നെ ബദറ എന്ന് വിളിക്കാം. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് പിന്നെ എങ്കിയോ നാം പേരിട്ടാൽ തറയിലില്ല, മേലോട്ട് ഓക്കെ. എല്ലാം ഒരു കാര്യം ചെയ്യും, ദൈവത്തിന്റെ ഇടി. ഈ വീഡിയോ കാണുന്ന ആള് എന്തെങ്കിലും ഒരു സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ അവർ ചെയ്തു തരും. പിന്നെ വന്നിട്ട് ഇന്ന് ഒരു 4 പള്ളിയോടത്തിൽ വിളിച്ച ഒരു 10 റൗണ്ട് ചുറ്റിയ അവിടെ പഠിക്കുന്ന പിള്ളേരിന് ഒരു ഇൻട്രസ്റ്റ് വരും. ഇതാര് ചെയ്യണം? നാം പോയി ചോദിച്ചാൽ പൈസ ഏറാന്ന് അറിയാം. അത് സാറന്മാര് സ്റ്റെപ്പ് എടുക്കണം. അങ്ങനെയാകുമ്പോൾ പിള്ളേർ സ്റ്റെപ്പ് എടുക്കണം. ഇത് പിള്ളേരിന് ഓടാൻ അറിയില്ല, നടക്കാൻ അറിയില്ല, വാദ്യകാര് പറഞ്ഞു കൊടുക്കലേ ഇല്ല. നടക്കണം, ഓടണം. ഇപ്പൊ എനിക്ക് 67 വയസ്സാകും. മാർത്താണ്ടല്ല, ഒരു സിമ്പിളായിട്ട് പോയിട്ട് നിങ്ങൾ ഒരു ചായ കുടിക്കുന്ന സമയത്തിൽ ഞാൻ മാർത്താണ്ടം പോയിട്ട് തിരികെ വരും. ആവശ്യമായിട്ട് പോയത്. പിന്നെ ഒരു കാര്യം, പിന്നെ 1 മണിക്കൂറിൽ 15 കിലോമീറ്റർ പോവാൻ 1 മണിക്കൂർ വയസ്സ് 67 താണ്ടത്. ഇത് തന്നെ എത്ര NS ബുക്കിൽ വരണം? ഒരു ദിവസം NS ബുക്കിൽ വരണം. ഇത് 67 വയസ്സായവൻ 1 മണിക്കൂറിൽ 15 കിലോമീറ്റർ നടക്കണമെങ്കിൽ അത് ആകാരം ഇല്ല. ഞാൻ പറയാം ഇനി ഒരു കാര്യം. ഹലോ ഫ്രണ്ട്സ്, ഇത് കാണുന്നവർ എന്ത് ചെയ്യണം എന്നറിയോ? പുള്ളി ഇത്രയോ വർഷം കൊണ്ട് 50 വർഷം കൊണ്ട് നടക്കുകയാണ്. എന്തെന്നറിയാം, അവർക്ക് സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ അവർ ഫസ്റ്റ് ഒരു കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈ വരെ പോയിരിക്കുന്നു. 108 മണിക്കൂറിലാണ് പോയിരിക്കുന്നത്. പിന്നെ എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ ആഗ്രഹമുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾ ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും സഹായിക്കുക. പുള്ളി സ്പോൺസറിങ് ചെയ്യുക. എന്തെന്ന് പറഞ്ഞാൽ സ്പോൺസർ ചെയ്താൽ അവർ നടക്കാമെന്ന് പറയുന്നത്. അവർ ഇന്ത്യക്ക് ഒരു ഫേമസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. എല്ലാവരും സഹായിക്കുക. അതുകൊണ്ട് പുള്ളി ഒരു കഷ്ടപ്പെട്ട ഫാമിലിയാണ്. അതുകൊണ്ടാണ് പുള്ളിക്ക് ഇപ്പോൾ വേറെ ഒരു നിവർത്തി ഇല്ലാതൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും நம்ம யூடியூபர் எல்லாரும் அவங்க சப்போர்ட் பண்ணா அவங்க வந்து இங்க இந்த கன்னியாகுமரியிலேருந்து காசு போயிட்டு வரலான்னு அவர் இப்போ சொல்லிட்டு இருக்காரு. അതുകൊണ്ട് நம்ம எல்லாருமே சேர்ந்து முயற்சி எடுத்தா அவரையும் வளர்த்தி விடலாம். ரொம்ப கஷ்டப்பட்டவர், நமக்கும் ஒரு பெருமையா இருக்கு. நம்ம ஊர்ல உள்ளவர், நம்ம இந்தியாவுக்கும் ஒரு ஃபேமஸ் தான். പിന്നെ ശരി.